മഹാറാണി. മഹാറാണിയിൽ ചെറിയ പ്ലാന്റ്സ് ഉണ്ടോ? ചെറിയ പ്ലാന്റ്സ് ഇല്ല, മൾട്ടി ആയിട്ടേ ആയിട്ടുള്ളൂ. ഓഹോ, മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. അതിനകത്ത് ബ്രിസ വൈറ്റ് ഉണ്ട്, വാട്ടർമെലണ്, പിന്നെ ഹവായി, തായ്വാനീസ് ഗേൾ എന്ന പ്ലാന്റ് ആണിത്. ഇരിക്കണൊക്കെ മൾട്ടി അല്ലേ? മൾട്ടിയ. ട്രൈ കളറ്, പിന്നെ ഫ്ലെയിം, ഹവായി വൈറ്റ്. ഇത് ട്രൈ കളറാണ്. ട്രൈ കളറിന്റെ പ്രത്യേകത എന്നും പൂവുണ്ട്. ഇത് ഹവായി വൈറ്റ് അല്ല, ഹവായി പിങ്ക്, ഹവായി വയലറ്റ്. ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. മഹാറാണി ഉണ്ട്, യെല്ലോ ഫാൻറ്റസി, പിന്നെ വയലറ്റ് ക്യൂൻ, പിന്നെ വാട്ടർമെലൺ കിസ്. വാട്ടർമെലൺ യെല്ലോ. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ ആണ്. ഇതിനകത്ത് പൂ മാത്രമേ കാണാനുള്ളൂ. ഇതിൻ്റെ ലീഫിന് മഞ്ഞ നിറമാണ്. ഫ്ലെയിം ബാറ്റിക്ക് ഇത് പുതിയതാണ്. ഇത് ട്രൈ കളറാണ്, മുള്ളില്ലാത്ത സാധനം. എപ്പോഴും പൂവുണ്ട്. ഇതിൻ്റെ തൈകളുണ്ടോ? ഇതിൻ്റെ തൈകളുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഇത്തിക്കര പ്ലാക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മനോഹരമായിട്ടുള്ളൊരു ബൊഗെയിൻവില്ല ഗാർഡനിലാണ്. ജയ ചേച്ചിയാണ് ഈ ഗാർഡൻ. ഒരു ഹോം ഗാർഡനാണ്. സീസണിൽ മാത്രമേ ഇവിടെ ബിസിനസ് ഉള്ളൂ. പക്ഷേ ഇവർക്ക് കൊറിയർ ഉണ്ട്. കൊറിയർ കൂടാതെ ഹൈവേ ഡെലിവറി വഴി ചെടികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. കുറേ പ്ലാന്റുകൾ ഇവർ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അവിടെ. പിന്നെ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ്സും ഉണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ഗാർഡനിലോട്ട് സ്വാഗതം. ചേച്ചി നമസ്കാരം. നമസ്കാരം. സീസൺ മാത്രമേ ഉള്ളൂ അല്ലേ? സീസൺ മാത്രമേ ഉള്ളൂ. ഹോം ഗാർഡൻ ആണ്. ഫ്ലെയിം റെഡ് ആണ്. ഇത് സൺറൈസ് വൈറ്റ്. ഓ, ഇതിനൊക്കെ ചെറിയ തൈകളുണ്ട് അല്ലേ? ചെറിയ തൈകൾ. ഇത് ലേഡി ബേർഡ് ആണ്. ഇതിന്റെ ലേഡി ബേർഡ് ബാറ്റിക്കും ഉണ്ട്. അത് തൈ കുറവാണ്, എന്നാലും ഉണ്ട്. എനിക്ക് കൊടുക്കാനുള്ള തൈകളൊന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തരാം. ഇത് ഹവായി പിങ്ക് ആണ്. ഹവായി പിങ്ക്. ഇത് മൊണാലിസ ഓറഞ്ച്. അവിടെ ഇരിക്കുന്നത് മൊണാലിസ യെല്ലോ. ഇത് ഓറഞ്ച് മസൂറി. ഇതൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പാടല്ലേ? പ്രയാസാണ്. ഇതോ? ഇത് സ്കൈലൈൻ. ഒന്നുകൂടി തെളിച്ചം വരും, കാരണം ഇത് ഷെയ്ഡിലിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ അത് പേപ്പർ കട്ടിങ്സ്. അതിന്റെ തൈ കിട്ടാൻ പ്രയാസമാണ്. ഇത് വെരിഗേറ്റഡ് അല്ലേ? വെരിഗേറ്റഡ്. അത് ബുഷുമാരി ഇങ്ങനെ ആക്കി നിർത്തി, കട്ട് ചെയ്താക്കി നിർത്തി. ഇത് ബ്രിസ ആണ്. ഇത് ഈ കളർ. ഓക്കെ. ഓ, ഇത് ഇങ്ങോട്ട് പോയില്ല. അതാണ്ട്. ഓക്കെ. ഇത് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കും. ഇത് ടൊമാറ്റോ റെഡ് ആണെന്ന് തോന്നുന്നു. ഇത് ഐഡിയ ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇത് വലിയ പൂക്കളല്ലേ? വലിയ പൂക്കളാ, കുറേ കാലം നിൽക്കുകയും ചെയ്യും. ഇത് ചിത്ര വെറൈറ്റിയാണ്. ഓ, ഇത് കഴിഞ്ഞോളം വന്നല്ലേ? ഇത് കഴിഞ്ഞ വർഷമേ ഉള്ളതാണ്. ഇതൊന്നും കൂടെ ഷൈനിങ് ആവൂലേ പൂക്കൾ? ഇത് പൂ വിരിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അതിന് കളർ മാറാനുണ്ട്. പിന്നെ ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആണ്. മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. എത്ര കളേഴ്സ് ഉണ്ട്? 5 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ 6 ഒന്ന് രണ്ടെണ്ണത്തിലുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഈ അഡാർണയൊക്കെ ഉണ്ടല്ലേ? അഡാർണയൊക്കെ ഉണ്ട്. അഡാർണയൊക്കെ ആകുമ്പോൾ 2 പ്ലാന്റ് അതിനകത്ത് 2 ഗ്രാഫ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? 2 ഗ്രാഫ്റ്റ്. ഒരു ഉദ്ദേശത്തെ റേഞ്ച് വരുന്നുണ്ട് ഇത് 2 പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1300 റേഞ്ചിലൊക്കെ കൊടുക്കും. കുറഞ്ഞ റേറ്റിൽ കൊടുക്കും. പക്ഷേ ഇത് മൾട്ടിക്രാഫ്റ്റ് നമുക്ക് പെറ്റ് സർവീസ് വണ്ടിയിൽ അയക്കാൻ പറ്റും? പെറ്റ് സർവീസ് പറ്റില്ല, വന്നുകൊണ്ടാണ്. ഇത് ഹൈറ്റ് ആവുമ്പോൾ ചിലപ്പോൾ അത്. ഇത് ടാങ്ലോങ് യെല്ലോ ആണ്. അതിന്റെ പിങ്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, റെഡ് ഉണ്ട്. റെഡൊക്കെ കുറഞ്ഞ വില മാത്രമേ ഉള്ളൂ. ഇത് മാർക്കിസ് എന്ന പ്ലാന്റ് ആണ്. നല്ല പ്ലാന്റാ. മാർക്കിസ്. ഇതറിയാലോ, പൈറോപ്പാല് ഓറഞ്ച്. ഇത് അർജുന. ഇതൊക്കെ എത്ര ഇഞ്ച് പോട്ടാണ് ഇരിക്കുന്നത്? ഇത് 8 ഇഞ്ച് പോട്ടുണ്ട്, 10 ഇഞ്ച് പോട്ടുണ്ട്. അർജുന ഇതല്ലേ? അർജുന. അർജുനയുണ്ട്, ക്രിസ്റ്റീനയുണ്ട്. രണ്ടും കൂടി കടന്നു വന്നിട്ടുണ്ട്. ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. അതിനകത്ത് ബ്രിസ വൈറ്റ് ഉണ്ട്, ചില്ലി യെല്ലോ. ഇത് ചില്ലി യെല്ലോ ആണ്. ചില്ലി യെല്ലോ ആണ്. ഇത് ക്രിസ്റ്റീന. അത് ക്രിസ്റ്റീന. ഇത് പിങ്ക് പാച്ച്. അത് മൾട്ടിയാണ്. ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 6 ഒക്കെ അതിനകത്തുണ്ട്. പിങ്ക് പാച്ചും. ഇതെന്ത് വിലയുണ്ടത് 6 വരുമ്പോൾ? ഇതൊക്കെ 2,800 ആ ലെവലൊക്കെ. ഇത് ഇന്റർനാഷണൽ പിങ്ക്. അത് റയറായിട്ടുള്ള പ്ലാന്റ്.
ഇത് പ്രത്യേകത വെച്ചാൽ പൂക്കൾ വലുതല്ലേ? ആ പൂക്കൾ വലുതാണ്, ബുഷിയായിട്ട് ബുഷിയായിട്ടുണ്ട്, അധികം വലിപ്പമില്ല, വലിപ്പമില്ല, നന്നായിട്ട് പൂവ് തരുന്നതാണ്. ഇതൊക്കെ ഒരു 400-500 ആ റേഞ്ച് ഉള്ളൂ ആ അതേ ഉള്ളൂ. ഇടയിൽ കപ്പയൊക്കെ ഉണ്ടല്ലോ. ആ ഇത് നിങ്ങൾ ഇത് കൃഷിയായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? ആ കൃഷി ഏരിയ. അന്നേരം ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അങ്ങനെ തുടങ്ങിയുള്ളതുണ്ടാവും. സീസൺ ആകുമ്പം ഇങ്ങനെ. ഇത് ചില്ലി വൈറ്റ് ആണ്. ഏത് ഇത്? അത് കഴിഞ്ഞ വർഷം വരുത്തിയ പ്ലാന്റ് ആണത്. ഓ ശരി ശരി. ഇതിങ്ങനെ പുനപുനാന്ന് പറഞ്ഞ പൂക്കൾ ഉണ്ടാവില്ല? നിറയെ പൂവുണ്ട്. അത് മറ്റേ ചില്ലികളെക്കാൾ കൂടുതൽ പൂ വരുന്നുണ്ട്. ഇതും ഇതല്ല മറ്റേ മഹാറാണി? അത് മഹാറാണിയാണ്. ഇത് മഹാറാണി ഈ വലിയ പ്ലാന്റ് ആണെങ്കിൽ എന്തുവരും പലരും ചോദിക്കണ്ടേ ഈ പ്ലാന്റ്? ഒരു ഉദ്ദേശം എത്ര വരും? ഒരു 2 സംതിങ് 3. ഇപ്പൊ നല്ല വിലയുണ്ട്, എവിടെ കിട്ടാനില്ല. പിന്നെ അത് ബ്രിസ റെഡ്, ഇതേതല്ലേ? ബ്രിസ പീച്ച്, ഇത് ബ്രിസ റെഡ്. അത് ബ്രിസ പീച്ച്, ബ്രിസ റെഡ്. ഇത് പർപ്പിള്, അതായിട്ടില്ല. ബ്രിസ വൈറ്റ്, അതിനകത്ത് ബ്രിസ വൈറ്റ്, ചില്ലി യെല്ലോ, തായ്വാനീസ്, ബ്രിസ റെഡ്, ഇതെല്ലാം ഉണ്ട്. ഇത് മൾട്ടി ചെയ്തേക്കണ? മൾട്ടിയാണ്. അല്ല യെല്ലോ റൂബി റെഡ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇത് അതെ കണ്ടോ, ഇത് ഇതിനകത്ത് ബിഡാതിരി, റൂബി, പിന്നെ മറ്റേ വാട്ടർമെലൺ യെല്ലോ. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് എങ്ങനെ? സാധാരണ കാട്ടുചെടിയാണ്? നാടൻ നാടൻ, അതും വേണം ക്രാഫ്റ്റ്? അതിലാണ്. എത്ര നാൾ പിടിക്കും ക്രാഫ്റ്റ് പിടിച്ചിട്ട്? ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടാൻ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. പിന്നെ അല്ലെങ്കിൽ അത് പോയി. റിസ്ക് പരിപാടിയാണ്. റിസ്ക് പരിപാടിയാണ്. നമ്മൾ കുറേ എണ്ണം ചെയ്യുമ്പോൾ കുറച്ചെണ്ണം കിട്ടും. അടർണ അത് വെയിലില്ല എങ്കിൽ പിന്നെ ഇല്ലാത്ത സമയത്തും പൂവുണ്ട്, പക്ഷെ അന്ന് മഞ്ഞ പൂവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ, ഗോൾഡൻ ആയിരിക്കും. വെയിലുണ്ടെന്നുണ്ടെങ്കിൽ അടർണ തന്നെയാണ്. ഒറ്റ പ്ലാന്റ് ആണിത്. ഈ ഒറ്റ പ്ലാന്റിൽ തന്നെ ഓരോ സമയത്തിനനുസരിച്ച് ഇപ്പൊ ഇത്തിരി വെയിൽ കുറവാണ് ഇവിടുന്ന് കപ്പ നിൽക്കുന്നതുകൊണ്ട്. ഇത് ഗോൾഡൻ ക്യൂ അല്ല, വയലറ്റ് ക്യൂ. ഇത് വലിയ പൂവാണ്, ചെടി വലുതാണ്. ഇത് ശരിക്കും പറഞ്ഞാലേ നമ്മളെ ഗേറ്റിന്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ സാധനമാണ് അല്ലേ? അപ്പൊ ഈ ഒരു വെറൈറ്റി വേറെ തന്നെ വരുന്നുണ്ട്, ബോൺസായി അല്ലാണ്ട്? ബോൺസായി അല്ലാതെ ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് പിന്നെ കട്ടിക്ക് കമ്പുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റിന്റെ സൈഡിലൊക്കെ വെക്കാം. അങ്ങനത്തെ സ്പെഷ്യൽ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അത് കുറച്ചെണ്ണം ഉണ്ട് ഇവിടേക്ക്. പിന്നെ ഇത് ചില്ലി ആണെന്ന് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ വർഷം വരുത്തിയ ഒരു പ്ലാന്റ് ആണ്. ഇത് മൾട്ടി? ഇത് അല്ല, ഇത് ഹവായ് വയലറ്റ് ആണ്. അന്നേരം 2 വർഷമായ പ്ലാന്റ് ആണ്. ഫ്ലെയിം റെഡോ? ഇത് ഫയറപ്പാലില് ഫ്ലെയിം റെഡ് കയറി വന്നത്. ഇത് രണ്ടും കൂടി ഇപ്പം ഇതിനകത്ത് 2 ഉണ്ട്. ഒന്ന് തന്നെ ഒരൊറ്റ പ്ലാന്റ് ആണ്, പക്ഷെ അതിലിപ്പം 2 ഉണ്ട്. ഇതൊന്നും മൾട്ടി അല്ലല്ലോ, ഒരു ചട്ടി തന്നെ? അല്ല, ഒറ്റ ഒന്ന് തന്നെ, ഒരു ചെടി തന്നെ. ഇവിടെ കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇത് ഇവിടുത്തെ വാട്ടർമെലൺ കിസ്, പിന്നെ യെല്ലോ ഫാന്റസി. ഇതിന്റെ ഒക്കെ തൈകളുണ്ടോ? അതിന്റെ തൈ അതെല്ലാം തന്നെ ഇപ്പോ മൾട്ടി ആയിട്ടാണ് ചെയ്തത്. പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അല്ല, റൂട്ട് സ്റ്റോക്ക് എനിക്ക് കുറവായിരുന്നു, അന്നേരം പിന്നെ അങ്ങനെ കിട്ടിയതിനെ അങ്ങനെ ചെയ്തു. ഇത് യെല്ലോ ഫാന്റസി ആണോ സ്നോ യെല്ലോ ആണോ? സ്നോ യെല്ലോ ആണെന്ന് തോന്നുന്നു, സ്നോ യെല്ലോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ലോലയാണ്, ഇത് പിടിച്ചു കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. ഇതും ഈ ക്രീപ്പർമാരി പോകുന്നു. ഇത് നമുക്ക് പിന്നെ മഴയത്തൊന്നും വെക്കാൻ പറ്റില്ല, നല്ല സൂക്ഷിക്കേണ്ട പ്ലാന്റാ. ഹാങ്ങിങ്ങിന് നല്ലതാ. ഇത് തിമ്മയല്ലോ, അതിനകത്ത് ഇപ്പം അടിയിൽ ഇങ്ങനെ വേര് പിടിച്ചത് കാരണം ഗ്രോത്ത് വന്ന് കയറി നിന്നേത്. അന്നേരം ഇപ്പം ഞാൻ പൊട്ടിച്ചു, ഇപ്പം അന്നേരം കളർ വന്ന് തുടങ്ങി. ജയ്ഷയാണ്, ഇതിനകത്ത് കളർ വരാനുണ്ട്. ജയ്ഷയുടെ ഒക്കെ തൈകളുണ്ട്. അത് എത്ര കവറിലുള്ള സൈസാ? കവർ സൈസ് ഉണ്ട്. എത്ര വരുന്നുണ്ട് റേറ്റ്? ഒരു 300 റേറ്റില്. ഇതൊക്കെ പിന്നെ കുറച്ച് വെറൈറ്റി ആണ്. ഇതോ? ഇത് ജയ്ഷയാണ്. അതന്നെയാണല്ലേ? അതിനകത്ത് ഇനി കളർ മാറാനുണ്ട്, ഇപ്പം ഇങ്ങോട്ട് വേലത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ പുതിയ പ്ലാന്റ് ആണ്. പേരറിയോ? ഐഡി? ഇത് ഗോൾഡൻ മാവ് ആണെന്ന് തോന്നുന്നു. പിന്നെ പിങ്ക് വൈറ്റ് പാന്തർ ആണ്. ഇതാ? ഇത് കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട്. അത് ഈ വർഷം വന്നതാണ്. ഇത് വിയറ്റ്നാം മിക്സ്. ഇത് കുറേ കളർ ഉണ്ട്. വിയറ്റ്നാം മിക്സ് അത് ഈ വർഷം വന്നതാണ്, ഇതൊന്നും ആക്കിയിട്ടില്ല. ഇത് ഓറഞ്ച് ഫാന്റസി, അതല്ലെങ്കിൽ സ്നോ ഓറഞ്ചോ. സ്നോ ഓറഞ്ച് ഈ ഇല കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
സ്നോ യെല്ലോടെ ക്യാനല്ലേ? ഇത് ഓറഞ്ച് വെൽവെറ്റ് ആണ്, ഈ വർഷം വന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ തൈകളൊക്കെ ഉണ്ടോ? ഇതൊന്നും ആയിട്ടില്ല. ആയിട്ടില്ല. ഈ വർഷം വലിയ മദർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ. മദർ പ്ലാന്റേ ഉള്ളൂ. ഇത് ബിഡാദരി എന്ന പ്ലാന്റ് ആണ്. ഇതിന്റെ കുറച്ച് പീസേ ഇരിപ്പുള്ളൂ. ഇതോ? അത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ, അത് വലിയ പ്ലാന്റ് അകത്ത്. ഇത് നല്ല പാട പിടിക്കാൻ. അത് പിടിച്ചു കിട്ടും. പക്ഷേ നമുക്ക് നല്ല ഇത് ശരിക്കും ഗോൾഡൻ കളറാണ് ഇലയ്ക്ക്. ഇത് ഉണ്ടോ? തൈകളുണ്ടോ? അതിന്റെ തൈ വലുതായിരിക്കുന്നത്. ഓ ശരി. പിന്നെ മൾട്ടി ആയിട്ടുണ്ട്, സിംഗിൾ ആയിട്ടില്ല. ഇതാടാർന്നല്ലേ? അതാടാർന്ന്. ഇത് ഫോക്സ് ടെയിൽ യെല്ലോ. ഇതിന്റെ കുഞ്ഞു തൈകളോ ഉണ്ടോ? അതിന്റെ കുഞ്ഞു തൈ ഉണ്ട്. ഫോക്സ് ടെയിലിന്റെ തന്നെ 2-3 ടൈപ്പ് വരില്ലേ? റെഡ്. പക്ഷെ എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. യെല്ലോ മാത്രമേ ഉള്ളൂ അല്ലേ? അത് ക്രിസ്റ്റീനിയാണ്, അത് കഴിഞ്ഞ വർഷമുള്ള പ്ലാന്റ്. ഓക്കെ. പിന്നെ ഇത് ഒരു ട്വിസ്റ്റഡ് പർപ്പിൾ എന്ന് പറയും. പുതിയ പ്ലാന്റ് ആണ്. പിന്നെ ഇതെല്ലാം തന്നെ ഹവായി ആയിട്ടാണ്. ഹവായി വയലറ്റ്, ഹവായി വയലറ്റ്, ഹവായി പിങ്ക്, ഹവായി വൈറ്റിന്റെ ചെറിയ പോട്ട് ഉണ്ടല്ലേ കൊടുക്കാൻ? ഹവായി വൈറ്റ് 1-2 അത്രേ ഉള്ളൂ പോട്ടുള്ളൂ. ചെറിയ കുഞ്ഞു തൈകളിലുള്ള കവറുകൾ. കുഞ്ഞു തൈകൾ ആയിക്കഴിഞ്ഞാൽ സക്സസ് ആവുമെന്ന് വിശ്വാസമില്ല. കാരണം ഒരാള് ചെടി എടുത്തു കഴിഞ്ഞാൽ അത് പോകരുതല്ലോ, പിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെ കട്ടയും മുട്ടയൊക്കെ ചെയ്ത്. ഇത് ക്രിസ്റ്റീനയാണ്, അല്ല ഇത് കയാട്ട. അത് നേരത്തെ ഉള്ള പ്ലാന്റ് ആണ്. സ്നോ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഫാന്റസി. ഇതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇതെല്ലാം കൊടുക്കാനുള്ളതാ? അതൊക്കെ കൊടുക്കാനുള്ളത്. അപ്പൊ ഈ സൈസിലാണ് കൊടുക്കണേ? കവർ സൈസിൽ? ഫ്ലവർ സൈസ്. അത് ചട്ടിയിലേക്ക് മാറ്റാനായിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും വന്നാൽ ഇങ്ങനെ കൊടുക്കും. ശരി. ഇതൊക്കെ നമുക്ക് കൊറിയർ ചെയ്യാൻ തോന്നല്ലേ? മാറ്റിക്കഴിഞ്ഞാൽ മൾട്ടി. അതൊക്കെ ഇനി ഒന്ന് സെറ്റ് ആക്കി എടുക്കണം, ചട്ടിയിലോട്ട് മാറ്റണം. ഇതോ? ഈ വെറൈറ്റിയോ? ഇത് ബട്ടർകപ്പ്. ഇത് നല്ല പാട പിടിക്കാൻ. ഇത് ഗ്രാഫ്റ്റഡ് ആയിരിക്കും അല്ലേ? ഇത് ഗ്രാഫ്റ്റഡ് ആണ്. പിന്നെ കുറച്ച് റൂട്ടഡ് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ കമ്പ് വെട്ടി നശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട്. ഇതിന്റെ ചെറിയ തൈകൾ ഇപ്പൊ ഉണ്ടോ അവിടെ? ഒന്നോ 2 അങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുള്ളൂ. പിന്നെ അത് മൾട്ടിയാണ് കൂടുതലും. ശരി. ഇത് ബ്രിസ. ബ്രിസയുടെ 4-5 വലിയ പ്ലാന്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം കൽക്കട്ടയിൽ നിന്ന് വന്ന പ്ലാന്റ്. ചൈനീസ്. ഇത് റൂബി റെഡ് അല്ലേ? അത് റൂബി. ഇതിന്റെ ഇടയിൽ ഏതാ? വയലറ്റ്. അതിനിടയിൽ ട്രൈ കളർ. ഓക്കെ. ഇനി ഇവിടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടല്ലോ. ഇവിടെ മൊണാലിസ യെല്ലോ, ഇത് മൊണാലിസ യെല്ലോ. പിന്നെ ടാങ് റെഡ് ആണത്. ടാങ് ലോങ്. ഇനിയിപ്പോ പൂക്കും അങ്ങോട്ട്. അത് അടിയിൽ വേര് സെറ്റ് ആവുമ്പോഴാണ്. ഇത് വയലറ്റ് സെപ്റ്റംബർ. അത് വിരിയുന്ന സമയത്ത് അതിന്റെ ചെറിയ ചെടികളുണ്ട്. പിന്നെ ഇത് സ്പ്ലാഷ്. പുറത്തേക്ക് ഇറങ്ങിയ കളറങ്ങ് മാറും. ഇതിപ്പം വൈറ്റ് ഷെഡിനകത്തായത് കൊണ്ടാണ് നല്ല കളർ വ്യത്യാസം. ഇത്രയും വലിപ്പമുള്ള പോട്ടുകളും കൊടുക്കുന്നുണ്ട്. എനിക്ക് മദർ പ്ലാന്റ് ആയിട്ട് ഉള്ളത് എക്സ്ട്രാ ഉള്ളത് കൊടുക്കും. ഇത് സൺറൈസ് വൈറ്റ് ഇപ്പൊ നമുക്കൊരു 3 വർഷം അത്രയൊക്കെ ആയിട്ടുള്ളൂ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അകത്തുനിന്ന് ഇങ്ങനെ തന്നെ വലിച്ചു കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ഇതിന് ഇല ഉണ്ടാവില്ല, പൂ മാത്രമായിരിക്കും. ഇനി അടുത്ത വരുന്നത് ഇല ഉണ്ടാകാൻ സാധ്യതയില്ല. ടാങ് പീച്ച് അതിന്റെ പീച്ച് വരുന്നുണ്ടല്ലേ? ഇതൊക്കെ അത്യാവശ്യം പിടിക്കുന്നുണ്ടോ? അത് പിടിക്കുന്ന ഐറ്റമാണ്, പെട്ടെന്ന് പിടിക്കുന്നത്. ഇത് പിന്നെ മസൂറി. റെഡ് മസൂരിയാണോ? ഓറഞ്ച് മസൂരി. ഇത് ഫ്ലെയിം അല്ലേ? ഫ്ലെയിം റെഡ്. ഫ്ലെയിം. ഇനി അതെവിടുത്തെ അതേപ്പോ ഈ ടൈപ്പ് കവറിലൊക്കെ ഉണ്ട് ഒരു? ഇതൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കും. അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ആക്കാനുണ്ട്. വലിയ പൂ അത് സിൽവർ റെഡ്. പുതിയതാ? അല്ല, കഴിഞ്ഞ വർഷമൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് മൊണാലിസ ആണ്. മൊണാലിസ ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ പീച്ചൊക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ഇത് ചില്ലിയാണ്. ചില്ലി ആയിട്ട് അധികം പിടിപ്പിച്ചിട്ടില്ല. ഇത് ടാങ്ങിന്റെ ടാങ്ങിന്റെ പിങ്ക്. ടാങ്ങിന്റെ യെല്ലോയും ഉണ്ട്. ശരി. ഈ വലിയ പൂക്കളാ വൈറ്റ്? അത് ചിത്രയാണെന്ന് അല്ല, അത് ഇത് വൈറ്റിലേക്ക് വേറെ കളേഴ്സ് ഉണ്ട്. അതിനകത്ത് ഇതുണ്ട്. വലിയ പൂവല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ തൈകളുണ്ടോ അവിടെ? സുഫിയാണെന്ന് തോന്നുന്നത്. സുഫിയ ഇന്ത്യാന.
ആ അതാണ് ഇങ്ങനെ വരുന്നത്, ഈ കളർ ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ തൈകളുണ്ടോ? തൈകള് അത് ആ അത് തന്നെ സൂഫിയൻ്റെ തന്നെയാണത്, ഇതാ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. തൈകൾ പിടിപ്പിച്ചിട്ടുണ്ടോ അതിന്റെ? പിടിപ്പിച്ചതിന് ID തിരിച്ചറിഞ്ഞാൽ പൂവിട്ടെങ്കിലും അറിയാൻ പറ്റുള്ളൂ. കഴിയും. ഇതൊക്കെ പിന്നെ റൂബിയും പിന്നെ അതിന്റെ ഇടയിൽ യെല്ലോ ആണ് ഇരിക്കുന്നത്. സ്നോ യെല്ലോ ആണ്. സ്നോ യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഫാന്റസി. ഏകദേശം ഒരു എത്ര വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ടോട്ടൽ? ഒരു 10-90 വെറൈറ്റീസ് ഉണ്ടാകും. ഇനിയിപ്പോൾ വരുന്നവർക്ക് നമുക്ക് ആ സ്ഥലം എന്ന് പറഞ്ഞു കൊടുക്കുക. സ്ഥലം ഈ റോഡ് ഏതാ? ഈ റോഡ് ആയൂർ അഞ്ചൽ റോഡാണ്. ആ ഇതിപ്പോ അങ്ങോട്ട് പോണത് ഏതാ? അത് അഞ്ചലേക്ക്, ആയൂര് ഒയൂര് അഞ്ചല്. ഈ വരുന്നതോ? ഇത് ഇത്തിക്കരയിലേക്ക്. ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹൈവേയിലേക്ക്. ഓ നമുക്ക് ഇവിടെ ഇതുണ്ട് കേട്ടോ, ബോർഡ് കാണാം, കടലാസ് പൂക്കൾ അല്ലേ? കടലാസ് പൂക്കൾ. ടീച്ചർ എവിടെ വർക്ക് ചെയ്തിരുന്നത്? ഞാൻ മലപ്പുറത്ത് തിരൂര്. റിട്ടയർഡ് ആണോ? റിട്ടയർഡ് ആണ്. ഏതായിരുന്നു സബ്ജക്ട്? ഞാൻ മലയാളമായിരുന്നു. പണ്ടേ ചെടികളോടൊരു മലയാളം ടീച്ചർമാരൊക്കെ ചെടികൾ ഭയങ്കര ക്രൈസുള്ള ആൾക്കാരാണ്. പിന്നെ റിട്ടയർമെന്റിന് ഒരു ഹോബി എന്ന നിലയിൽ തുടങ്ങിയതാണ്. അങ്ങനെ ഇത് സുവർണയാണ്. സുവർണ ഇത് പഴയതല്ലേ? പഴയതല്ല, കഴിഞ്ഞ വർഷം മുതലാണ് ഇത് പുറത്തിറങ്ങി തുടങ്ങിയത്. ഇതോ? ഇത് ചിത്ര ക്രീമാണെന്ന് തോന്നുന്നു. ചിത്ര ക്രീമാണോ ഗോൾഡ് ആണോ? പിന്നെ റെഡ് വാജിദ്, അതിന് പൂടാനുള്ള വജീദ് റെഡ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരാളിങ്ങനെ ചോദിച്ചായിരുന്നു, ഈ ഫ്ലവർ ഏതത്? ഇതാണ് റെഡ് വാജിദ് ആണ്. അതിന്റെയൊക്കെ തൈയുണ്ട്. ഉണ്ടല്ലേ? എത്ര വിലയുണ്ട്? 300 റേഞ്ചിലൊക്കെ തൈയുണ്ട്. ഓ ചട്ടിയിലാണോ? ചട്ടിയിലല്ല, കവറിൽ. നീ ഇവിടെ പിന്നെ ഇതാണ് ടാങ് റെഡ്. നല്ല ഭംഗിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് എന്തോയല്ലോ അല്ലേ? സാധാ അല്ല ഇത്. ഇതിപ്പോ നോർമൽ പ്ലാന്റാ. അത് നേരത്തെ വാങ്ങിയാണ്, അതിന്റെ പേരറിയാം. ഇതൊക്കെ ഈ ചെടികളൊക്കെ കൊടുക്കാനുള്ള ചെടികളുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇതിലൊക്കെ അത് സ്പ്ലാഷ്. ഇത്രയും വലിപ്പമുള്ള തൈകളാണ് ഇവർ കൊടുക്കുന്നത്. മിക്കവാറും എല്ലാത്തിലും ഫ്ലവറും ഉണ്ട്. ഫ്ലവർ വന്നത് നോക്കിയാ കയ്യിൽ നിന്ന് കൊടുക്കുന്നത്, കാരണം ID മാറി പോകരുത് എന്ന് എഴുതി. ഇതാണോ മറ്റേ മൾട്ടി? അതിൽ മറ്റേ അതൊക്കെ അധികം പ്ലാന്റുകളില്ല. ഇത് ഡോക്ടർ റാവു റെഡ്. ഡോക്ടർ റാവു അതൊന്നും അധികം പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. പുതിയ പ്ലാന്റുകളാണ് കൂടുതലും പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ പഴയതല്ലേ? അതൊക്കെ പഴയ പ്ലാന്റുകൾ. ബട്ടർഫ്ലൈ ആണ്. സ്പ്ലാഷ് ആണ്. അതിന്റെ യെല്ലോ സ്പ്ലാഷും ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട വിഭാഗങ്ങളാണ് അല്ലേ? ഇവിടം വരെ എത്തിയില്ല നമ്മൾ നേരത്തെ? അവിടെ നിന്നാണ് എത്തിയത്. ഓക്കെ, അപ്പോൾ നേരിട്ട് വരാം. അല്ലെങ്കിൽ ഈ ഒരു തണ്ട് നീണ്ടിരിക്കണത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ റാവു. ഗോൾഡൻ റാവു അതെ, പുതിയ നല്ല പ്ലാന്റ് ആണ്. അതിന്റെ തണ്ടിന് കൂടി ഒരു മഞ്ഞ നിറം. അതൊന്ന് നോക്കിയിട്ട് വരാം. അത് അധികം കണ്ടല്ലോ. ഗോൾഡൻ റാവു. അതിന്റെ തൈകളുണ്ടോ അവിടെ? അതിന്റെ തൈയുണ്ട്. എല്ലാ തൈകളും കുറച്ചെണ്ണം വീതേ കാണുക. ഗോൾഡൻ റാവു ഇത് ക്രാഫ്റ്റഡ് ആണോ? അത് അല്ല, ഇത് ഗ്രാഫ്റ്റഡ് ആണ്. പിന്നെ എല്ലാം നമുക്ക് തൈ പിടിക്കുന്നുണ്ട്. അതല്ലേ? അത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റുമാണ്. പിന്നെ മഴയത്തും സേഫാണ്. അതല്ലേ? അത് അപ്പൊ അങ്ങനെയുണ്ട്. മഴയത്ത് മഴയത്ത് നമുക്ക് നല്ല കട്ടിയുള്ള കമ്പുള്ള ചെടികൾ ചിലത്, പിന്നെ ചിത്രയൊക്കെ കുറച്ചൊക്കെ മഴയത്തും പിടിച്ചു നിൽക്കും, കുഴപ്പമില്ല. പലരും പറഞ്ഞൊക്കെ ബൊഗൈൻവില്ലൊക്കെ വീട്ടിൽ നഴ്സറിയിൽ ഇരിക്കുന്ന നല്ല ഭംഗിയാണ്, വീട്ടിൽ കൊണ്ടെന്ന് വെച്ചാൽ പൂക്കൾ പോകും. അല്ല. അത് എന്താണ് ശരിക്കും നിങ്ങളിവിടെ ചെയ്യുന്ന ഫെർട്ടിലൈസർ? വേനൽക്കാലത്ത് DAP കൊടുക്കുക, പിന്നെ മിറാക്കിൾ 20 അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ മിറാക്കിൾ 20 ഓൺലൈൻ കിട്ടുമോ മേടിക്കാൻ? മിറാക്കിൾ 20 ഓൺലൈൻ കിട്ടും. പിന്നെ നഴ്സറികളിലെല്ലാം തന്നെ, വളക്കടകളിലെല്ലാം തന്നെ ഉണ്ട്. അതൊന്നും കിട്ടുന്നതിന് പ്രയാസം. പിന്നെ DAP എത്ര ഡ്യൂറേഷനിലാണ്? DAP 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും കൊടുത്തിരിക്കണം. അന്നേരം അത് നന്നായി നമ്മൾ ചട്ടി നനച്ചതിന് ശേഷം അതിന്റെ വെള്ളം ഒന്ന് വാർന്ന് പോയിട്ട് അതിന്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. ചട്ടിയുടെ സൈഡിലായിട്ട്, ഒരിക്കലും ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കരുത്. പിന്നെ എന്തൊക്കെയാണ് നോർമലായിട്ട് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ? പിന്നെ മഴയത്ത് ഒന്ന് കെയർ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. പിന്നീട് വെള്ളം, ചെടി ഒരുപാട് വാടാനുള്ള അവസരം കൊടുക്കരുത്. വാടിക്കഴിഞ്ഞാൽ പിന്നെ പൂവ് കുഴഞ്ഞു പോകും. അന്നേരം അതിന് മുന്നേ വെള്ളം കൊടുക്കുക. ഞാൻ ഡെയിലി വെള്ളം കൊടുക്കലുണ്ട്. ചില ചെടികൾ അത് ഗ്രോത്ത് കൂടുന്ന ചെടികൾക്ക് വെള്ളം കുറയ്ക്കുക. അന്നേരം സാധാരണഗതി നമ്മൾ ചട്ടി വെച്ചാലും ചിലപ്പോൾ അടിയിൽ വേര് ചെന്ന് തറയിൽ പിടിച്ചിട്ട് ഗ്രോത്ത് അങ്ങോട്ട് കൂടും. അങ്ങനെ ഗ്രോത്ത് കൂടുമ്പോൾ ചെടിക്ക് വളർച്ചയാണ്, പൂ കുറയുക. അതാണ് ആ ചെടി ആ ടാങ്ങിൽ പൂവില്ലാത്തതിന്റെ കാര്യം. അതാ അങ്ങനെ ആക്കുമ്പോൾ ഞാൻ അതിന്റെ ചുവടങ്ങ് ഇളക്കും, ചട്ടി അങ്ങ് നീക്കി മാറ്റും. നീക്കി മാറ്റി കഴിഞ്ഞാൽ 2 ദിവസം ഒന്ന് വാടുമെങ്കിലും പിന്നീട് ചെടിയിൽ നന്നായിട്ട് കൂടും.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. ഇവിടുത്തെ കാര്യങ്ങൾ അതായിരിക്കും മെയിൻ പരാതിക്ക് കാര്യമാവും. അതെ അതെ. പിന്നെ ചകിരിച്ചോറ് ചേർക്കണവർക്ക് വെള്ളം വേണ്ട, ചകിരിച്ചോറ് വെള്ളം പിടിച്ചു നിൽക്കുന്നതാണ്. ഉമിയാണ് ഉമി, പിന്നെ മണല്, മണ്ണ്. ഉമി നന്നായി ചേർക്കണം. അന്നേരം ഉമി നന്നായി ചേർത്താനുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരു ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കണമെങ്കിലും വെയിറ്റ് പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കവറിലോ പോട്ടിലോ ഉള്ള ചെടികളുണ്ട്. ഏതൊക്കെ കവറിലുള്ള ചെടികളാണ്? പിന്നെ അത് അതേതാ? ഈ ഇതല്ലേ റോസ് പിങ്ക്, സിംഗപ്പൂർ പിങ്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ബഞ്ചുമാരി ഫ്ലവർ ചെയ്യുന്നത്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നത്. ഇപ്പോൾ വെയിലില്ലാഞ്ഞത് കൊണ്ടായത്. എപ്പോഴല്ലേ ഇതിനെ പുറത്തോട്ട്. ഇതും അതേപോലെ തന്നെ നല്ല പ്ലാന്റ് ആണ്. പേര് ഞാൻ അങ്ങോട്ട് വിട്ടുപോയി. വീടിന്റെ മുന്നിൽ തന്നെ കുറച്ച് മദർ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. ഇത് ഫ്ലെയിം ബാറ്റിക് ആണ്. നല്ല ഫ്ലെയിം ബാറ്റിക്. ശരി. ഇത് പുതിയതാണോ? അത് പുതിയതാണ്. ഇതോ? ഇത് പുതിയൊരു പ്ലാന്റ് ആണ്. അതിന്റെ പേരെനിക്ക് അറിയില്ല. ഇത് ഹവായ് വൈറ്റ്. അത് സക്കൂറയാണ്. ഗോൾഡൻ സക്കൂറയുണ്ട്, സാധാ അല്ലാത്ത സക്കൂറ ബലാക്കണുണ്ട്. ഇത് ഫോക്സ് സ്റ്റൈല്. ടാങ് പിങ്ക്. ഇതോ? ഇത് ഫോക്സ് സ്റ്റൈലല്ലോ. ഇത് ലോല. അവിടെ ഇത് ലോല. നല്ല ഇത് പൂ നരച്ചു പോയി. അതിനിപ്പം മാറണം. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് മാജിക് ഐസ്ക്രീം. ഇതേതാ? ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിന്. ഇത് മാജിക് ഐസ്ക്രീം. ഇത് ഇലയ്ക്ക് ഇതുണ്ട്, ഗോൾഡൻ ഉണ്ട്. ഇത് റെഡ് സെപ്റ്റംബർ. ഇത് തായ്വാനീസ് ഗേൾ. കട്ടിങ്സ് ആയിട്ടുണ്ടാവല്ലോ. ഇത് തൈകള് തായ്വാനീസ് മൾട്ടിഗ്രാഫ്റ്റഡിൽ വന്നിട്ടുണ്ട്. മറ്റേതിലില്ല, റൂട്ടഡിൽ കിട്ടില്ല. തായ്വാനീസ് ഒക്കെ പുതിയതാണ്. ഇത് പിങ്ക് പാച്ച് ആണ്. ഇത് ബോഗൻവില്ല. അത് ബ്രിസ റെഡ്. റെഡ് ആണല്ലേ? വരുന്നതേ ഉള്ളൂ. പൂ വരുന്നതേ ഉള്ളൂ. ബ്രിസ വൈറ്റ്. അത് പൂ വരുന്നതേ ഉള്ളൂ. തണലത്തിരുന്നേ ഉള്ളൂ. അത് ഗോൾഡൻ റാവു സൺസെറ്റ് അല്ലേ? അതിന്റെ ടൈപ്പ്. അത് ഗോൾഡൻ റാവു സൺസെറ്റ് അല്ലേ? സൺസെറ്റ് അങ്ങനെയാണ്. പിന്നെ ഇത് സ്പോട്ടഡ്. അതിന്റെ പേര് അങ്ങനെ തന്നെയാണോ? സ്പോട്ടഡ് പിങ്ക് എന്നോ മറ്റോ ആണ് പേര്. ശരി ശരി. എത്രയൊക്കെയാണ് അത്? വീടിന് മുമ്പിലാണത്. പേരൊക്കെ ഉണ്ടല്ലോ. ഇതേതാ? തായ്വാൻ പിങ്ക് എങ്ങനെയാണോ? തായ്ലൻഡ് വലിയ പേരൊക്കെയാണ്. അതെ. അപ്പോൾ ഇതുപോലെ വീടാണ്. വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചെടികളാണ്. ഇതിൻ്റെ ഒരുവിധം ചെടികൾ നമ്മളിപ്പോൾ നഴ്സറിയിൽ കണ്ട്. അതിൻ്റെ കട്ടിങ്സ് കാര്യങ്ങൾ, ചെറിയ ചെടികളൊക്കെ. ഏതാ? ചില്ലി വൈറ്റ്. ഓക്കെ. ഇതും ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഇടാല്ലേ? ഏത് ചെടിയും ഹാങ്ങിങ് ആക്കാം. അതങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനൊരു വെറൈറ്റി ഒന്നുമില്ല. ഹാങ്ങിങ് വെറൈറ്റി ഇല്ല. നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നതിനനുസരിച്ചാണ് അതിന് ഭംഗി വരുന്നത്. നന്നായി പൂക്കുന്നുണ്ട് ഹാങ്ങിങ് ആയിട്ട്. അപ്പോൾ ശരി ചേച്ചി, താങ്ക് യു. വെൽക്കം.